മായി നിൽക്കുമ്പോൾ ആ സമയത്ത് മരണത്തിന്റെ മുന്നിൽ അങ്ങ് മരണത്തെ അല്ല കാണുക, മരണത്തെ അല്ല സ്മരിക്കുക. അങ്ങ് സ്മരിക്കുന്നത് ആരെയാവണം? നാരായണനെ സ്മരിക്കും. നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈകുണ്ഠത്തിലിരിക്കുന്ന പാർട്ടി നല്ല അർത്ഥം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ്. കൂടുതൽ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേ നമ്മൾ കൂടുതൽ അത് മനസ്സിലാക്കും. ആരാണ് നാരായണൻ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് തന്നെ അങ്ങയുടെ മനസ്സുയരും. അപ്പൊ അങ്ങേക്ക് മനസ്സിലാവും ശരീരം നശിച്ചാലും, നശിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുറേ കൂടി ശ്രദ്ധിക്കണേ നിങ്ങൾ. വാസ്തവത്തിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, മോഡേൺ സയൻസ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സത്യങ്ങളെ കണ്ടെത്തിയവരാണ്. ഇവിടെ ഒന്നിനും നാശമില്ല എന്ന് കണ്ടെത്തിയവരുടെ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഇവിടെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഗീതയിൽ വളരെ പ്രസിദ്ധമായി ഒരു ശ്ലോകമുണ്ട്. ഭഗവാൻ പറയും, അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്തതയിൽ നിന്ന് വന്നത് ഇപ്പോ വ്യക്തമായി നിൽക്കുന്നത് വീണ്ടും അവ്യക്തതയിലേക്ക് പോകും. ഏതുപോലെ നമ്മൾ കാണുന്നു, സൂര്യൻ ഉദിക്കുന്നു, അത് വ്യക്തമായി തീരുന്നു. അവ്യക്തതയിൽ നിന്നും വ്യക്തമായി വീണ്ടും അത് അവ്യക്തതയിലേക്ക് തിരിച്ചു പോകുന്നു. ഇതുപോലെ പഞ്ചഭൂതങ്ങളായിരുന്ന സാധനം അച്ഛന്റെയും അമ്മയുടെ ശരീരത്തിലൂടെ ശരീരമായി മാറി. ഇപ്പൊ അത് പഞ്ചഭൂതങ്ങളാൽ നിലനിൽക്കുന്നു. വീണ്ടും അത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുവെങ്കിൽ നശിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഏതിൽ നിന്ന് വന്നുവോ അത് അതിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് നാശം എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥമെടുക്കണം. നമ്മൾ ലയം എന്ന് അർത്ഥമെടുക്കണം. അതുകൊണ്ട് അങ്ങേക്ക് അവസാനം അല്ലെങ്കിൽ അങ്ങയുടെ മുന്നിൽ ഭയം വന്ന് പിടികൂടുമ്പോൾ ആ ഭയത്തിൽ അങ്ങ് ഭയത്തെ അല്ല കാണുക, അങ്ങ് ആരെ കാണും? നാരായണനെ കാണുന്നല്ല പറഞ്ഞത്, നാരായണ സ്മൃതി. അങ്ങക്ക് മനസ്സ് നാരായണനിൽ ഉറച്ചിരിക്കും. വളരെ ശ്രദ്ധിക്കുക, ഭയവും മനസ്സിലാണ് വരുന്നത്, ധൈര്യവും വരേണ്ടത് മനസ്സിലാണ്. എപ്പോ നാരായണ സ്മൃതി വന്നു അപ്പൊ അവിടെ ഉണ്ടാവില്ല, ഭയമുണ്ടാവില്ല. പ്രകാശമുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല. ഇരുട്ട് വന്നാൽ, പ്രകാശം അവിടെ വന്നിട്ടില്ലെങ്കിൽ ഇരുട്ട് അവിടെ നിലനിൽക്കും. മനസ്സിലായില്ലേ? ഇരുട്ടവിടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആര് വരണം? പ്രകാശം വരണം. പ്രകാശമുള്ളിടത്ത് ഇരുട്ടില്ല എന്ന് പറയുന്നത് പോലെ നാരായണ സ്മൃതി ഉറച്ചൊരാളുടെ ഉള്ളിൽ ഭയം വന്നാലും ആരവിടെ നിൽക്കില്ല? ഭയം നിൽക്കില്ല. വെളിച്ചത്തിന് എപ്പോഴും എതിരാണ് ഇരുട്ട്. വെളിച്ചവും ഇരുട്ടും ഒരിക്കലും ഒരുമിച്ച് നിൽക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നാരായണ സ്മൃതി എങ്ങനെ നിലനിർത്താൻ പറ്റും? അതിന് നമുക്ക് അറിവും വേണം, കഴിവും വേണം. ഈ അറിവും കഴിവും പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ശ്രീമൽ ഭാഗവതം. എപ്പോഴും മനസ്സിൽ നാരായണ സ്മൃതി നിലനിർത്തി, അതായത് നാശമില്ലാത്ത ഭഗവാന്റെ സ്മൃതി നിലനിർത്തി ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്ക് നേടിത്തന്ന്, ഒരു വശത്ത് മനസ്സ് നമ്മളെ തളർത്തുമ്പോഴും മറുവശത്ത് അതിനെ നേരിടാനുള്ള, തള്ളി മാറ്റാനുള്ള ഒരു ശക്തി നമുക്ക് തന്ന് നമ്മളെ ഉയർത്താൻ സഹായിക്കുന്ന, അറിവിലൂടെയും കഴിവിലൂടെയും ഉയർത്താൻ സഹായിക്കുന്ന ശാസ്ത്രമാണ് ശ്രീമൽ ഭാഗവതം. ഇതൊരു കഥാപുസ്തകമാണോ? ആണോ? ഇതെല്ലാവരും കുട്ടിക്കാലത്തെ കേട്ട് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതൊരു വലിയൊരു സയൻസ് അല്ലേ? ഇതൊരു വലിയ മാനേജ്മെന്റ് അല്ലേ? ഇതൊരു മാനേജ്മെന്റ് അല്ലേ? അല്ലെങ്കിൽ ഒരു മൈൻഡ് മാനേജ്മെന്റ് അല്ലേ? ആണോ അല്ലയോ? ഞാൻ ഇതിനെ കാണുന്ന ആ രീതിയിലാണ്. നമ്മുടെ മനസ്സിന്റെ ദൗർബല്യങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ മനസ്സിന് ശക്തി തരുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മളതിനെ അമ്പലങ്ങളിൽ ഒതുക്കി വെച്ചുവോ എന്നുള്ളൊരു സംശയമുള്ളൂ എനിക്ക്. അമ്പലങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇതൊരു സ്കൂളുകളിലും കോളേജുകളിലായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് വലിയ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ ഭാഗവതം കൊണ്ട് സാധിക്കുമായിരുന്നു. ഇന്ന് നോക്കൂ, വിദ്യാഭ്യാസം എത്രയോ ഉയർന്നിട്ടുണ്ട്. പണ്ട് കാലത്തുള്ളവരെക്കാൾ ഇന്ന് കൂടുതൽ അറിവുകളും കഴിവുകളും പല മേഖലകളും വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് നമുക്കറിയാം, എന്തെല്ലാം രീതിയിൽ വിദ്യാഭ്യാസം വികസിച്ചിട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ ഗവൺമെന്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സ് ഇന്നും ഭയത്തിൽ നിന്ന് മുക്തരല്ല. ആണോ? അപ്പൊ കുറെ അറിവ് കൊണ്ടോ കുറെ കഴിവുകൊണ്ടോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരണമെന്നില്ല. ഏത് സമയത്തും മനസ്സിൽ ചാലഞ്ചുകൾ വരാം, പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. എന്തു വന്നാലും നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഒരു ആക്ഷൻ റിയാക്ഷൻ എന്ന വണ്ണം, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ, ഒരു വൈറസിന് ആന്റിവൈറസ് എന്ന വിധത്തിൽ നമ്മുടെ മനസ്സ് പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം എവിടെ കണ്ടെത്താൻ പറ്റും? നമ്മളിൽ തന്നെ കണ്ടെത്താൻ പറ്റും. ഒരു ജ്യോതിഷിയുടെ പിന്നാലെയും ഓടേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഒരു ക്ഷേത്രത്തിലും ചെന്ന്
ആ സമയത്ത് വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നെഞ്ചത്തടിക്കേണ്ടി വരില്ല. നമുക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ, നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് രാജൻ, അങ്ങക്ക് ഞാൻ ഈ അറിവും കഴിവും നേടിത്തരാം. അതിന് എന്റെ കയ്യിൽ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവന്വാപരാധോ പിതുർദ്വൈപായനാദഹം പരിനിഷ്ഠിതോപി നൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാം ഗൃഹീതചേതരാജർഷേ ആഖ്യാനം യതീതവൻ തദഹം തേബി ദാസ്യാമി മഹാപൗരുഷികോ ഭവൻ യസ്യ ശ്രദ്ധദദാമാശു സ്യാൽ മുകുന്ദേ മദീ സദീ. എന്റെ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ വലിയൊരു സമ്പത്താണ് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മാവിനാൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്ന ഭാഗവതം എന്ന് പറയുന്ന മഹാപുരാണം, ഒരു ശ്രേഷ്ഠമായ ഗ്രന്ഥം എന്റെ പിതാവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ അങ്ങക്ക് അഭിദാസ്യാമി, വേണ്ട വിധത്തിൽ അങ്ങക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അങ്ങെന്ത് വേണം? ശ്രദ്ധദദാമാശു. അങ്ങത് എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം എന്ന്. നമ്മൾ അതിന്റെ ബാഹ്യമായ തലത്തിൽ കേട്ടുപോകരുത്, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിന്റെ രസം മനസ്സിലാക്കണം, അതിന്റെ തത്വം മനസ്സിലാക്കണം. അതിൽ നിന്ന് കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. വെറുതെ അതിന്റെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം കേട്ടുപോകരുത്. കൃഷ്ണകഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ ഭാഗവതമൊക്കെ ഞാൻ എത്ര വട്ട സ്വാമി കേട്ടു, 35 വർഷം കേട്ടതാണ്. എന്താ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്? കൃഷ്ണന്റെ ലീലകളല്ലേ, അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ പിന്നിലുള്ള സാരങ്ങളെ നമ്മൾ ഗ്രഹിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് എത്ര കണ്ട് പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, പിതാവിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഭാഗവതത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഇനി ഇവിടെ നിങ്ങൾ ഗീതയും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പം ഭഗവാൻ പറയുന്നത് എത്ര സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഭഗവാൻ പറയും, അർജുനോട് പറയും, 8ാമത്തെ അധ്യായത്തിൽ പറയും, മാമുപേത്യതു കൗന്ദേയ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാം മാം ഉപേത്യതു പുനർജന്മ. മാം ഉപേത്യ, എന്നെ ഉപേത്യ, എന്നിലേക്ക് ചേരുന്നൊരു മനസ്സിന് പുനർജന്മം, വീണ്ടും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരില്ല അർജുന. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വീണ്ടും ജനിക്കുക എന്നതിലുപരി വീണ്ടും ദുഃഖങ്ങൾ അനുഭവിക്കുക. ഏതൊരു മനസ്സാണോ ഭഗവാനിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ചേരുന്നത്, അല്ലെങ്കിൽ ഭഗവാനിൽ ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്, അവർക്ക് ദുഃഖങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേപരം യപ്രയാതി ചമൽഭാവം യാതി നാന്യത്ര സംശയാം. ആരാണോ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിലും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, അവന് മദ്ഭാവം, എന്റെ ഭാവത്തെ പ്രാപിക്കാൻ സാധിക്കും എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്നതും ഭാഗവതത്തിൽ ഓർമ്മിപ്പിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. അതായത് മനസ്സ് ആരിലേക്ക് എത്തണം? ഭഗവത് സ്മരണയിലേക്ക് വരണം. അതുകൊണ്ട് ഈ ഭാഗവതം അങ്ങേക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഭാഗവതത്തിലാണെങ്കിലോ, ഏതൽ നിർവിദ്യമാനാനം ഇച്ഛതാമകുതോഭയം യോഗിനം നിവനിർണീതം ഹരേ നാമാനുകീർത്തനം. ഇത് തന്നെയാണ് ഈ ഭാഗവതത്തിലൂടെ ഏതൽ നിർവിദ്യമാനാനം, ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഏതെല്ലാം ജോലികൾ ചെയ്യുന്നവരായാലും ഇച്ഛതാമകുതോഭയം, അതാത് മേഖലകളിൽ നിന്നുണ്ടാവുന്ന ഭയത്തെ അവർക്ക് നേരിടണമെങ്കിൽ നിർണീതം യോഗിനാം, മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ നിർണയിച്ചു വച്ചിരിക്കുന്നത് ഹരേ നാമാനുകീർത്തനം. മനസ്സ് ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയന്നെ വേണം. ശ്രീകൃഷ്ണ തുൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥ ദൃഷ്ടേ. നാരായണീയത്തിൽ പറയും, ഭഗവാനിലേക്ക് തിരിയുന്ന മനസ്സ് എവിടെയാണ് പിന്നീട് ഭയമുണ്ടാക്കുന്നത്? അതുകൊണ്ട് ആ ഭഗവാനിലേക്ക് അങ്ങയുടെ മനസ്സിനെ തിരിയിക്കാൻ 7 ദിവസം കൊണ്ട് അതിനുള്ള അറിവും കഴിവും ഞാൻ അങ്ങേക്ക് നേടിത്തരാം. അങ്ങ് സംശയിക്കരുത്. പണ്ട് കേട്ടിട്ടുണ്ടാവും അങ്ങ്, ഗഡ്വാംഗോ നാമരാജശ്രീ ജ്ഞാത്തീയത്വാമിഹായുഷാം മുഹൂർത്താൽ സർവമുത്സൃജ്യ കഥവാനഭയം ഹരിം. പണ്ട് ഗഡ്വാങ്കൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ശ്രീരാമസ്വാമിയുടെ കുലത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഭാഗവതത്തിൽ കഥ പറയും 9ാമത്തെ സ്കന്ധത്തില്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കഴിവുള്ള രാജാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ കഴിവിൽ വളരെയധികം സന്തോഷം തോന്നി ഇന്ദ്രൻ ഒരിക്കൽ ദേവാസുര യുദ്ധം വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ 5-6 ദിവസങ്ങൾ ഉറക്കൊഴിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്ത് അസുരപ്പടയെ തോൽപ്പിച്ചു കളഞ്ഞു. വളരെ പ്രീതനായ ഇന്ദ്രൻ ചോദിച്ചു, രാജൻ, ഇനി അങ്ങ് വിശ്രമിക്കൂ, ഇവിടെ കുറച്ചു കാലം താമസിച്ചിട്ട് പോയാൽ മതി. ഇവിടെയാണെങ്കിലോ 5 സ്റ്റാർ ഹോട്ടലുണ്ട്, പിന്നെ ഡാൻസ് ക്ലബ് ഉണ്ട്, ഉർവശി എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, ഒക്കെ ആസ്വദിച്ചിട്ട് പോയാൽ മതി. ഉടനെ തന്നെ ഗഡ്വാങ്കൻ ഇന്ദ്രനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഇന്ദ്രൻ, നിന്റെ പാർട്ടിയൊക്കെ ഞാൻ സ്വീകരിച്ചോളാം, പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാൽ നന്നായിരുന്നു. ഇന്ദ്രൻ ചോദിച്ചു, എന്താ ചോദ്യം എന്ന്? എനിക്ക് എത്ര ആയുസ്സുണ്ട്? അല്ല, അത് ചോദിക്കാതെ അവിടെ പാർട്ടിയും അനുഭവിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് തട്ടിപ്പോയാൽ പിന്നെ കാര്യമില്ലല്ലോ. ഇന്ദ്രൻ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തു. യമരാജാവിനെയൊക്കെ വിളിച്ചു വരുത്തി. ഇദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ് യമരാജൻ എന്ന് വെച്ചു. പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇനി 2 മുഹൂർത്ത സമയമുള്ളൂ എന്ന്, 2 നാഴിക സമയമുള്ളൂ. ഇത് കേട്ടപ്പം ഇന്ദ്രനോട് പറഞ്ഞു, നിന്റെ പാർട്ടിയും ഒക്കെ നീ കയ്യിൽ വെച്ചോളൂ, ഇനി ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലുണ്ടല്ലോ എൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ വന്ന് വീടെല്ലാം വിട്ട് അങ്ങനെ അദ്ദേഹം ഒരു ഗംഗയുടെ തീരത്ത് എന്ന് തൻ്റെ ശരീരം മുഴുവൻ നിശ്ചലമാക്കി മനസ്സിനെ ദൃഢമായ ഈശ്വരസ്മരണത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച ആളാണ് ആര്? ഗഡിക. ഒരു നാഴിക കൊണ്ട്, ഒരു മുഹൂർത്ത സമയം കൊണ്ട് മനസ്സിനെ ഉയർത്താൻ ഒരു ഗഡ്വാങ്കന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷത്തെ അങ്ങയുടെ കയ്യിൽ എത്ര സമയമുണ്ട്? 7 ദിവസം. തവാപ്യേതർഹി ഗൗരവ്യ സപ്താഹം ജീവിതാവധി ഉപകൽപ്യതൽ സർവം താവല്യൽ സാംബരായികം. അതുകൊണ്ട് രാജാൻ അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കയ്യിൽ സപ്താഹം എത്രയുണ്ട്? 7 ദിവസമുണ്ടല്ലോ. ഉപകൽപ്യതൽ സർവം, തീർച്ചയായിട്ടും അങ്ങയുടെ മനസ്സിനെ ആ ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് അന്തകാലേത്തു പുരുഷാഗതേ ഗതസാദ്വസ ചിന്ത്യാൽ അസംഗശസ്ത്രേന സ്പൃഹാം ദേഹേനേച്ഛതം. എനിക്ക് ഉറപ്പുണ്ട് അങ്ങയുടെ എല്ലാ സംശയങ്ങളും മനസ്സിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട് മനസ്സിനെ ഭഗവത് സ്മരണത്തിലേക്ക് ഉയർത്താൻ അങ്ങക്ക് അറിവും കഴിവും നേടാൻ ഈ ഭാഗവതത്തിലൂടെ സാധിക്കും എന്ന ദൃഢമായ ബോധ്യം എനിക്കുണ്ട്. അങ്ങക്ക് അല്പം പോലും അതിനെക്കുറിച്ച് സംശയം വേണ്ട. അങ്ങാണെങ്കിലോ അങ്ങയുടെ മനസ്സ് ഇപ്പൊ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഗൃഹാൽ പ്രഭ്രജിതേ ധീര പുണ്യതീർത്ഥ ജലാപ്ലുത ശുചോ വിവിക്താസീന വിധിവിൽ കൽപ്പിതാസന. ഒരു ഭാഗം അങ്ങ് ചെയ്തു കഴിഞ്ഞു. അങ്ങയുടെ കുടുംബ ചിന്തകളൊക്കെ അങ്ങയുടെ മനസ്സിൽ നിന്ന് മാറി. ഇപ്പൊ അങ്ങയുടെ മനസ്സ് ബാക്കിയുള്ള ചിന്തകളൊക്കെ വിട്ട് ഇത് പരിപൂർണമായി കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, ശ്രദ്ധയോടുകൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അഭ്യസേൻ മനസാ ശുദ്ധം ത്രിവിൽ ബ്രഹ്മാക്ഷരം വരം മനോ യച്ചേ ജിതശ്വാസോ ബ്രഹ്മബീജം അവിസ്മരൻ. ഇനി പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അങ്ങയുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. അങ്ങ് ആ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ഭഗവത് സ്മരണത്തിലേക്ക് കൊണ്ടുവരണം. മനഃകർമ്മവിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേദ്ധിയ നിയച്ചേ വിഷയേഭ്യോക്ഷ്മാൻ മനസാ ബുദ്ധിസാരഥി. അങ്ങയുടെ ബുദ്ധിയെ കൊണ്ട് മനസ്സിനെ അങ്ങ് നയിക്കണം, ഭഗവത് വിചാരത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് എവിടുന്ന് തുടങ്ങണം? തത്ര ഏക അവയവം ധ്യായേത് അവിച്ഛിന്നേന ചേതസ മനോ നിർവിഷയം യുക്ത്വാ തത കിഞ്ചനന സ്മരേ. ഇവിടുന്നാണ് തുടങ്ങുന്നത്. പരീക്ഷത്തെ അങ്ങയുടെ മനസ്സിൽ അവയവം ധ്യായേത്, ഭഗവാന്റെ അവയവം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങും. അതെന്തിനാണ് രൂപത്തെ ധ്യാനിക്കുന്നത്? കർമ്മഭി ആക്ഷിപ്തം മന. ഇപ്പോ അങ്ങയുടെ മനസ്സിൽ അനവധി ചിന്തകളും വിചാരങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള മനസ്സിനെ ഒന്ന് എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളോട്, ഈ രൂപത്തെ എത്ര കാലം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്? ഭഗവാനിലേക്ക് എങ്ങനെയുള്ള മനസ്സിനാണ് പ്രവേശിക്കാൻ പറ്റുക? സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥ. ഭാരതീയ ഋഷീശ്വരന്മാര് നമ്മളോട് പറയുന്നത് എങ്ങനെയുള്ള മനസ്സിനാണ് ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ പറ്റുക? സമബുദ്ധി നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ സമബുദ്ധി കൈവരിക്കുന്നത് വരെ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ ഒരു രൂപത്തെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ ഭഗവാന്റെ ഒരു അവയവം ധ്യാനിക്കൂ. എന്നിട്ട് ആ രൂപത്തെ നല്ലവണ്ണം ഉറപ്പിച്ചിട്ട് അവിച്ഛിന്നേന ചേതസ, മനസ്സിൽ അല്പം പോലും ച്യുതി ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ അതിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് മനോനിർവിഷയം, എല്ലാ വിഷയത്തിൽ നിന്നും മനസ്സിനെ മാറ്റിക്കൊണ്ട് കിഞ്ചനന സ്മരയിൽ, മറ്റൊന്നും മനസ്സിൽ സ്മരിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ
പദം തൽപരമം വിഷ്ണോ മനോ യത്ര പ്രസീദതി രജസ്തമോഭ്യാമാക്ഷിപ്തം വിമൂഢം മന ആത്മനാ യച്ചേ ധാരണയാ ധീരോ ഹന്തിയാതൽകൃതം മലം. പറയുന്നു അത് തന്നെയാണ് ആ പരമമായ പദത്തിലേക്ക് എത്താനുള്ള വഴി. അതിലൂടെ മനസ്സിനെ പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങയുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളും വേണ്ടാത്ത ചിന്തകളും മനസ്സിൽ നിന്ന് മാറി മനസ്സ് വളരെയധികം പ്രശാന്തമായി, പ്രസന്നമായി, എല്ലാ തരത്തിലും അങ്ങയുടെ മനസ്സ് തേജോമയമായി അങ്ങേ ഉയർത്തിയിരിക്കും. അതുകൊണ്ട് രാജൻ അവിടെ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ രാജാവിനെ തയ്യാറാക്കുകയാണ്. ആദ്യം തന്നെ ഒരു രൂപത്തെ ഉപാസിക്കാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഉടനെ തന്നെ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞത് എനിക്കൊന്ന് മനസ്സിലായില്ല. ഏത് വിധത്തിലാണ് യഥാ സന്ധാര്യതേ ബ്രഹ്മൻ ധാരണായത്ര സമ്മത യാദൃഹീവാഹരേ ദാശോ പുരുഷസ്യ മനോമലം. ഏത് പ്രകാരം എങ്ങനെയുള്ള രൂപത്തെയാണ് ഞാൻ ധ്യാനിക്കേണ്ടതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ടാണ് പരീക്ഷത്തിന് അഭ്യാസം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു രൂപത്തെ ഉപാസിക്കാനാണ് പരീക്ഷത്തിനോട് പറയുന്നത്. അവിടെ പറയുന്നു, ശ്രീശുക ഉവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയം സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരേധ്യാം. പരീക്ഷത്തെ ഭാഗവതം കേൾക്കണമെങ്കിൽ മനസ്സ് 5 രീതിയിൽ തയ്യാറാവണം. ജിതാസനായിരിക്കണം, ജിതശ്വാസനായിരിക്കണം, ജിതസംഗനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം. എന്താ ജിതാസനം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഓരോന്നോരോന്ന് മനസ്സിലാക്കണേ. നമുക്ക് ഒരു യോഗ്യത വേണം. ഒരു ഡോക്ടർ ആവണമെങ്കിൽ എൻട്രൻസ് പാസ്സായിരിക്കണം എന്ന് പറയുന്നത് പോലെ, അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെ, ഭാഗവതം ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് 4 യോഗ്യതകൾ വേണം. ഏതൊക്കെയാണ്? ജിതാസനൻ, ജിതശ്വാസൻ, ജിതേന്ദ്രിയൻ, ജിതസംഗൻ. വല്ലതും അർത്ഥാവുക പറഞ്ഞാൽ സ്ഥൂലാർത്ഥം ഇങ്ങനെയൊക്കെയാണ്. സംസ്കൃതത്തിന്റെ സ്ഥൂലാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അപകടമാണ്. ജിതാസനൻ എന്ന് പറഞ്ഞാൽ ആസനം ജിതം, ചോദിച്ചവൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരേ ഇരിപ്പിലിരുന്ന് കേൾക്കുന്നവൻ. ഈ ലൈറ്റ് പോയതുപോലെ തന്നെയാവും പിന്നെ ഇരിപ്പും എന്ന് വെച്ചാൽ പിന്നെ അവരെ എണീപ്പിക്കാൻ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് വേദനകൾ അരിച്ചു കയറുന്നത്. എവിടെ തൊട്ടാലും വേദനയാണ് ഇപ്പം നമുക്ക്. അവിടെ തൊട്ടാലും വേദന, ഇവിടെ തൊട്ടാലും വേദന, നിലത്തിരുന്നാൽ തന്നെ പ്രശ്നം, ആകെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ജിതാസനം എന്നുള്ളതിന് നമ്മൾ സ്ഥൂലാർത്ഥം